ഹായ് ഡിയോസ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചെറിയൊരു വീഡിയോ ഉണ്ടോ, ഒരു ഹെയർ ബാൻഡ് എങ്ങനെ ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ഷോർട്ട് വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. ഒരുപാട് പേര് നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട്, പക്ഷെ എന്താ പറയുക, ജസ്റ്റ് ആ ഒരു ലൈക്ക് ബട്ടൺ അമർത്തിയാൽ മതി. വീഡിയോ ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ് എന്താണെന്നറിയില്ല, ആരും ലൈക്ക് പൊതുവേ കുറവാണ്, കമൻറ്റും കുറവാണ്. അപ്പോൾ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനായിട്ടൊന്ന് നോക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു 8 ടൈപ്പ് ഓഫ് ഹെയർ ബാൻഡ്സിൻ്റെ ഒരു കിറ്റ് ഷെയർ ചെയ്തിട്ടുണ്ട്. ഈ ടൈപ്പിൽ തന്നെ ഈ ഒരു ഫ്ലവർ ബീഡ്സും അതുപോലെ തന്നെ ഈ ഒരു ഡോട്ട് ബീഡ്സും എൻ്റെ ടൈപ്പൊക്കെ വെച്ചിട്ട്. എൻ്റെ ടൈപ്പ് ഞാനിതിൽ വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ട് അത് കറക്റ്റായിട്ട് ഈ ഒരു ഹെയർ ബാൻഡിൻ്റെ എൻഡിൽ വരുന്ന രീതിയിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തേക്കാണ്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഇത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ഈ ഒരു ഫ്ലവർ, എല്ലാവർക്കും ഡൗട്ട് ബീഡ്സ് കൊടുക്കണമില്ല, ഈ ഒരു ഫ്ലവർ എങ്ങനെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളതിനെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഫ്ലവർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഫ്ലവറിൻ്റെ ബാക്ക് സൈഡിൽ വരുന്ന ഈ ഒരു എന്താ പറയുക, മെറ്റൽ വയറുണ്ടല്ലോ, ഇത് കംപ്ലീറ്റ്ലി കട്ട് ചെയ്ത് കളയുക. അല്ലാന്നുണ്ടെങ്കിൽ കുട്ടികളുടെ തലയിൽ അത് തറയ്ക്കാനുള്ള ചാൻസ് ഉണ്ട്. അതിൻ്റെ ബാക്ക് സൈഡിൽ ഫെൽറ്റ് ഷീറ്റ് എന്തെങ്കിലും കൊടുക്കുകയെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. അല്ലാന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു മെറ്റൽ വയർ കട്ട് ചെയ്ത് കളയാം. ഓക്കെ, അതിന് ശേഷം ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ, ഈ ഒരു ഫ്ലവറിൽ ഇതുപോലെ കുത്തി ഇറക്കുക ചെയ്യണത് കേട്ടോ. ഇതുപോലെ വെച്ചിട്ട് ഇതുപോലെ ക്ലിയർ ആയിട്ടുണ്ടാവും തോന്നുന്നു. നമ്മൾ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇതുപോലെ വരും. ഇത് കണ്ടോ, ഇത് കറക്റ്റായിട്ട് ഈ ഫ്ലവേഴ്സ് നമ്മൾ 6 ഫ്ലവേഴ്സാണ് കിറ്റിൽ ആഡ് ചെയ്തിട്ടുള്ളത്. 6 ഫ്ലവേഴ്സിന് ശേഷം 2 സൈഡിൽ എന്താ പറയുക 16 ബീഡ്സ് വീതം കോർത്തിട്ട് എൻ്റെ ടേപ്പ് വെച്ച് സ്റ്റിക്ക് ചെയ്യുക. ഗമ്മ് വെച്ചിട്ട് ബീഡ്സ് ഫ്ലവേഴ്സ് ഗമ്മ് വെച്ച് സ്റ്റിക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താ പറയുക, സ്റ്റിക്ക് ചെയ്തിട്ടില്ലെങ്കിലും ഇതുപോലെ നിൽക്കും. ഈ 2 ഫ്ലവർ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ മെറ്റൽ നമ്മുടെ വയർ ഹെയർ ബാൻഡിലൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താലും മതി. ഓക്കെ, അപ്പോൾ എല്ലാവരുടെയും ഡൗട്ട് ഫ്ലവർ കോർക്കൽ എങ്ങനെയായിരുന്നു. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ആ ഒരു ഫ്ലവർ കോർത്തെടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് ജസ്റ്റ് ഒരു ഗമ്മ് വെച്ചിട്ട് നമ്മളൊന്നിങ്ങനെ ഒട്ടിച്ചു കൊടുത്താലും മതി. ഓക്കെ, ഞാനിത് ചെയ്യാത്തതെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി 8 ചെയ്തു, പക്ഷേ ഇത് ചെയ്ത് കഴിഞ്ഞാലാണ് ഞാൻ മേക്കിംഗ് വീഡിയോ എടുത്തിട്ടില്ല എന്നുള്ളത് എനിക്ക് ഓർമ്മ വന്നത്. അപ്പോൾ ഇനി ഞാനത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കതൊരു വേസ്റ്റേജ് ആയിരിക്കും. അതുകൊണ്ടാണ് റിപ്പീറ്റഡ്ലി പിന്നെ ഞാൻ ചെയ്യാത്തത്. കാരണം ഓൾറെഡി 8 കളറിൽ ചെയ്തത് കയ്യിലിരിപ്പുണ്ട്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാനാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.